ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനൊരു എടിപിടി ഷട്ടപ്പട്ടെ ഒരു ഷോപ്പിംഗ് വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നില്ലേ, ഞാനൊരു കുട്ടി ഷോപ്പിംഗ് ഒക്കെ നടത്തി കുറച്ച് ബൾക്കായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് എപ്പോഴും ആവശ്യമായിട്ടുള്ള സാധനമാണ്, എന്നാൽ പെട്ടെന്നൊരു ആവശ്യത്തിന് നോക്കി അത് കഴിഞ്ഞു പോണ ഒരു സാധനം കൂടെയാണ്. അങ്ങനത്തെ കുറച്ച് നമ്മുടെ ഗേൾസ് ഓൺലി തിങ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വലിയൊരു സംഭവമൊന്നും ഈ വീഡിയോയിൽ കാണില്ല, അതുകൊണ്ട് ആദ്യമേ ഞാൻ പറയാണ്. പിന്നെ കുറേ പേര് ഡെയിലി യൂസ് ചെയ്യുന്ന സ്കിൻ പ്രൊഡക്ട്സിൻ്റെ ഒക്കെ കാര്യം ചോദിച്ചിരുന്നു, ഒന്ന് ടാഗ് ചെയ്ത് വിടുമോ വാങ്ങിക്കാൻ എളുപ്പത്തിന്. അത് ഞാൻ വേണമെങ്കിൽ ടാഗ് പ്രൊഡക്ട്സിൽ ടാഗ് ചെയ്ത് വിടാം, അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് വാങ്ങിക്കാമല്ലോ. കുറേ പേരായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ വീഡിയോ കോൾ ചെയ്ത് വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഡോൺ ചേട്ടൻ ഇതുവരെ എത്തിയിട്ടില്ല. ഡോൺ ചേട്ടൻ വന്നിട്ട് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ നമുക്കത് കുറച്ച് മെനക്കെട്ട പരിപാടിയാണ്. സോ ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ കാണിക്കാം കേട്ടോ. ആദ്യം തന്നെ എനിക്ക് ഏറ്റവും എന്താ പറയുക, ഏറ്റവും നാശനഷ്ടം വരുന്നൊരു സാധനമാണ് നമ്മുടെ റബ്ബർ ബാൻഡ് എന്ത് വേണമെങ്കിലും പറയാം. കാരണം എൻ്റെ ചാക്കോച്ചനും അതുപോലെ എൻ്റെ തോമനും ഭയങ്കര വീക്ക്നെസ് ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഞാനിത് എപ്പോൾ വാങ്ങിച്ചാലും ബൾക്കായിട്ട് വാങ്ങിക്കും. ഞാൻ സ്റ്റുഡിയോയിൽ നിന്നാണ് വാങ്ങിക്കാറ്. ഇവിടെ നമ്മുടെ ലോക്കൽ കടയിൽ നിന്ന് ബൾക്കായിട്ട് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ പിന്നെ ഇതൊരു കാൽവിൻ കെവിൻ്റെ ഒരു ഫേഷ്യൽ സ്ക്രബാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്, നല്ല സ്മെല്ലാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ സ്ക്രബുകൾ ഞാൻ സ്വിച്ച് ചെയ്യാറുണ്ട്. സ്ക്രബ് മാത്രം കേട്ടോ, കാരണം അത് വീക്ക്ലി വൺസ് അല്ലെങ്കിൽ ട്വൈസ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഫേസ് വാഷിൽ ഞാൻ റിസ്ക് എടുക്കാറില്ല. പിന്നെ ഞാൻ ഡോൺ ചേട്ടൻ ഒരു ഗാറ്റ്സ്ബിയുടെ ഒരു സെറ്റിംഗ് ഹോൾഡിംഗ് ക്രീം ജെല്ലെന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം, എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ നല്ല സ്ട്രോബെറി സ്മെല്ലാണ് കേട്ടോ. ഇതെല്ലാം നമ്മൾ നമ്മുടെ ലോക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. ഇതൊരെണ്ണമുണ്ട്. പിന്നെ കുറേ നാളായി ഞാൻ ക്ലിപ്പുകൾ ഉപയോഗിച്ചിട്ട് കേട്ടോ. നമ്മുടെ പണ്ടത്തെ ക്ലിപ്പുകളില്ലേ, ഞാനൊന്ന് ട്രൈ ഔട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാകുമ്പം ഏത് ഡ്രസ്സിൻ്റെ കൂടെയും പൊക്കോളുമല്ലോ. അപ്പം ഞാനിന്ന് ആക്ച്വലി ഈ ക്ലിപ്പ് ഇന്ന് പള്ളിയിൽ പോകുമ്പോൾ യൂസ് ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അവിചാരിതമായിട്ടാണ് ഡോൺ ചേട്ടൻ പറഞ്ഞ് ഞാൻ ട്രിപ്പിന് പോവുക എന്ന് പറഞ്ഞത്. അതോടുകൂടി എൻ്റെ ട്രിപ്പ് പൊളിഞ്ഞു. ഇത് വേറൊരു എന്തെങ്കിലും ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കുട്ടി ക്ലിപ്പാണ് കേട്ടോ. ഭംഗിയുണ്ടോ, എനിക്ക് ഇഷ്ടമാണ്. പിന്നെ നമുക്ക് പൊതുവെ എല്ലാ പെൺപിള്ളേർക്കും ഇഷ്ടമുള്ള, ഇനിയിപ്പോൾ ഞാൻ പെൺകുട്ടി അല്ല പെൺപിള്ളേരെന്ന് പറഞ്ഞാൽ നിന്നെ കണ്ട പെൺകുട്ടി അല്ലെങ്കിൽ തള്ളേ എന്ന് വിളിക്കാൻ തോന്നുന്നുണ്ടെന്ന് ചോദിക്കും. അപ്പം നമുക്ക് എല്ലാവർക്കും ആരുടെയിലൊക്കെ ഷോപ്പിംഗ് വ്ളോഗ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിച്ച സാധനമാണ് പിള്ളേരുടെ ഈ ക്യൂട്ട് കോംബോ കേട്ടോ. കേട്ടോ, അടിപൊളിയായിട്ടില്ലേ? നല്ലൊരു എവിടെയെങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ പിന്നെ അവരുടെ ചീപ്പൊക്കെ ആകെ നാശമായിട്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ വാങ്ങിച്ചത് നമ്മുടെ ലാക്മിയുടെ ഐക്കോണിക് കാജൽ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫേഷ്യൽ റേസർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കൂടുതലും നമ്മുടെ എൻ്റെ പേരെന്തിട്ടായിരുന്നു, ഇവിടെ ഇരിപ്പുണ്ട്, നമ്മുടെ എവിടെയോ ഇരിപ്പുണ്ട്, അതാണ് യൂസ് ചെയ്യാറ്. നിങ്ങൾ ഡിവൈൻ എന്താണ് ആകെ പാനിക്കായിട്ട് വീഡിയോ എടുക്കുക. എനിക്ക് ചാക്കോച്ചൻ ആക്ച്വലി ഒരു ഇടയ്ക്ക് എണ്ണിക്കുന്ന ഒരു സമയമാണത്. പിന്നെ നമ്മുടെ ഓക്സി ബ്ലീച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു, വീട്ടിൽ യൂസ് ചെയ്തിട്ട് നോക്കാം എന്ന് വിചാരിച്ചു. അത് ഈ ബോക്സിനകത്തുള്ളൂ. നമ്മുടെ ഇവിടെ എല്ലാം ബോക്സിനകത്താക്കി ഒതുക്കി വെക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. പിന്നെ എനിക്കിപ്പോൾ അങ്ങനെ പുറത്ത് പോകാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ വീട്ടിൻ്റെ ഒരു ക്രീം എടുത്തിട്ടുണ്ട് കേട്ടോ. ഹെയർ റിമൂവൽ ക്രീം മേടിച്ചിട്ടുണ്ട്. പണ്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും കുറേ വർഷങ്ങളായി, മേ ബി ഒരു 10 വർഷമെങ്കിലും ആയി കാണും ക്രീമുകളൊക്കെ യൂസ് ചെയ്തിട്ട്. എനിക്ക് ഒട്ടും പോകാൻ പറ്റില്ല. എനിക്കും ഹെയർ ഇഷ്ടമില്ല, ഡോൺ ചേട്ടനും ഇഷ്ടമില്ല. പക്ഷെ ഗതികേട് കൊണ്ട് അങ്ങോട്ട് നടക്കുകയാണ്. പിന്നെ ഇതൊരു പിമ്പിൾ പാച്ചാണ്. ഇത് വാങ്ങിക്കാൻ കാരണം നമ്മുടെ അസ്പി ചേച്ചി കുറേ വീഡിയോയിൽ ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതെങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിയില്ല. ഇങ്ങനെ പാച്ചുകൾ വരുന്നതാണ് കേട്ടോ. വർക്കാവോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡറി തിങ്ക്. ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തായിരുന്നു. നമ്മൾ ഓൺലൈനിൽ മേടിക്കുമെന്ന് പറഞ്ഞാലും
നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈനിൽ എന്തെങ്കിലും ലിങ്ക് വേണമെങ്കിൽ പറഞ്ഞാൽ ഞാനത് ടാഗ് ചെയ്ത് വിടാം കേട്ടോ. ഇതൊക്കെ ബൾക്കായിട്ട് എടുക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. ഇത് സ്ട്രോബെറിയുടെ ഡീപ്പ് ക്ലെൻസിങ് നോസ് സ്ട്രിപ്പാണ് കേട്ടോ. തന്നെ എനിക്ക് നോസ് സ്ട്രിപ്പ് ഭയങ്കര നിർബന്ധമുള്ളതാണ്. ഞാൻ പല ബ്രാൻഡിൻ്റെയും വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാറുമുണ്ട്. പിന്നെ ഞാനും ഡോൺ ചേട്ടനും ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്നത് അല്ലെങ്കിൽ പിണങ്ങുന്നതായ ഒരു കാര്യമാണ് പൊട്ട്. പൈടെക്സിൻ്റെ ഒരു പൊട്ട് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് എപ്പോഴും മിസ്സിങ് ആണ്. കാരണം ചാക്കോച്ചൻ്റെ കയ്യിൽ കിട്ടിയ ചാക്കോച്ചൻ അത് അടിച്ചു മാറ്റി കൊണ്ടുപോകും എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഞാനിപ്പോൾ കൂടുതലും മുടി ഇങ്ങനെ അഴിച്ചിടുക അങ്ങനെയൊക്കെയാണ്. അപ്പം എനിക്ക് ടിക് ടാക്കിന് ഭയങ്കര ക്ഷാമമാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ചാക്കോച്ചനെ ഒന്ന് മേക്ക് ഓവർ ചെയ്യാൻ തോന്നാറുണ്ട്. ഇത് സ്റ്റോൺ വെച്ചിട്ടുള്ളതും ഇത് കുറച്ച് പ്ലെയിൻ ആയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിച്ചത് പിന്നൊരു ചടയൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ചീപ്പ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നല്ലല്ലേ, അടിപൊളിയല്ലേ. പിന്നെ നമ്മുടെ എല്ലാ പെണ്ണുങ്ങളുടെയും ഏറ്റവും അത്യാവശ്യ ഘടകമായ റേസർ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ വാങ്ങിക്കുമ്പോൾ ഒരു മാല അങ്ങ് വാങ്ങിക്കും. ഞാൻ ഈ പറഞ്ഞ പോലെ അധികം പുറത്തൊന്നും പോവാത്തത് കൊണ്ട് ഒന്നുകിൽ റിലയൻസിൽ പോകുമ്പോൾ ബൾക്കായിട്ട് മേടിക്കും, അല്ലെങ്കിൽ നമ്മുടെ ബെസ്റ്റിൽ പോകുമ്പോൾ വാങ്ങിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ടൗണിൽ ഏതെങ്കിലും കടയിലൊക്കെ പോവുകയാണെങ്കിൽ വാങ്ങിച്ചു വെക്കും കേട്ടോ. എനിക്ക് നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യുന്നത് അറിയാം, ഞാൻ കൂടുതലും ഹൈജീൻ്റെ കാര്യത്തിൽ ഭയങ്കര നിർബന്ധമുള്ള ഒരാളാണ്. സോ എനിക്കിതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ ഈ പ്രാവശ്യം ഞാൻ ആദ്യമായിട്ട് കണ്ടൊരു ഐറ്റമാണ് കേട്ടോ. അത് ഈ ഒരു അണ്ടർആംസ് ഷേവ് ചെയ്യുന്നൊരു ഈ ഒരു റേസർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഇതെങ്ങനെയാണ് ഇതിൻ്റെ മെക്കാനിസം എന്നോ എങ്ങനെയാണെന്നോ ഒന്നും എനിക്ക് അറിയില്ല. അതിനകത്ത് 6 പീസസ് ആണ് കേട്ടോ വരിക. അങ്ങനെ പിന്നെ വേറെ ഒന്നുമില്ല, ഇത്രയും ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. എനിക്ക് ഇപ്പോഴത്തെ എൻ്റെ ഒരു സാഹചര്യത്തിൽ എനിക്ക് എല്ലാം ബൾക്കായിട്ട് മേടിച്ച് വെച്ചാൽ എനിക്ക് മുതലാവണുള്ളൂ. കാരണം എനിക്ക് ആരോടും എനിക്ക് എന്തെങ്കിലും നോക്കി മേടിക്കുക അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള സാധനം അപ്പം കണ്ട് മേടിക്കുന്നതാണ് എനിക്കിഷ്ടം. പിന്നെയാണ് ഞാൻ ഓൺലൈൻ സൈറ്റുകളെ ആശ്രയിച്ച് തുടങ്ങിയത്. പിന്നെ എനിക്കിപ്പോൾ എനിക്ക് നേരിൽ കണ്ട് വാങ്ങിക്കണം, ഇങ്ങനെ കടകളൊക്കെ തിന്ന് നടക്കുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് വാങ്ങിച്ച കുറച്ച് ഗളി ഐറ്റംസാണ്. പിന്നെ 1-2 സാധനങ്ങൾ പിള്ളേർക്കും ഡോൺ ചേട്ടനും ഞാൻ വാങ്ങിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു സ്കിൻ കെയർ റൊട്ടീനൊക്കെ കാണണം. ഞാൻ 2-3 പ്രാവശ്യം ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും ഞാൻ ഒന്നും കൂടെ പറയാം. നമ്മുടെ സ്നെയിലിൻ്റെ എസൻസ് യൂസ് ചെയ്യും, പിന്നെ സെറ്റാഫിലിൻ്റെ ലോഷൻ, അതുപോലെ തന്നെ സെറ്റാഫിലിൻ്റെ നൈറ്റ് ക്രീം യൂസ് ചെയ്യും. ഇതൊക്കെ ഞാൻ ടാഗ് പ്രൊഡക്ട്സിൽ കൊടുക്കാം കേട്ടോ. എനിക്ക് യൂസ് ചെയ്ത് ചേഞ്ച്, നമുക്കൊരു വിസിബിൾ ചേഞ്ച് തോന്നുകയെന്ന് പറയത്തില്ലേ, എനിക്കിതുപോലെ മാമാതിൻ്റെ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിരുന്നപ്പം തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ നിലവിൽ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പില്ലാണ്ട് യൂസ് ചെയ്യുന്ന സാധനം ഇതാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും വരുമ്പോൾ സ്വിച്ച് ചെയ്ത് നോക്കാം. ഞാൻ പലരുടെയും റിവ്യൂ കണ്ട പല സാധനങ്ങളും മേടിക്കുന്ന ഒരാളാണ്. മെയിൻലി അസ്വി ചേച്ചി, നമ്മുടെ സിംപ്ലി മൈ സ്റ്റൈൽ ഉണ്ണിമായ, ബ്ലഷ് വിത്ത് ആഷ്, അങ്ങനെ കുറച്ച് പേരെ ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. ഇപ്പം ഈവൻ എനിക്കൊരു ലിപ്സ്റ്റിക്ക് വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഷ് വിത്ത് ആഷിനെയാണ് ഞാൻ ഫോളോ ചെയ്യുക. കാരണം ബ്ലഷ് ഐശ്വര്യയുടെയും എൻ്റെയും സ്കിൻ ടോൺ ഏകദേശം ഒരുപോലെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഉണ്ണിമായുടെയും കുഴപ്പമില്ല. അപ്പം ന്യൂഡ് ഷെയ്ഡ്സാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. ഡാർക്ക് ഷെയ്ഡ്സിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. ന്യൂഡിൽ തന്നെ പലതരം ഷെയ്ഡ്സ് വരുമല്ലോ, അതൊക്കെ എനിക്ക് ഇവരുടെ 2 പേരുടെയാണ് കൂടുതലും ഇഷ്ടമാവാറുള്ളത്. വേറെ അങ്ങനെ ഞാൻ അസ്വി ചേച്ചി പിന്നെ എല്ലാം ട്രൈ ചെയ്തിട്ട് കാണിക്കാറുണ്ട്. സോ ഒന്നും കൂടെ ഈസിയാണ് കാര്യങ്ങൾ. പിന്നെ നിങ്ങൾ ലോട്ടസ് മാലയ്ക്ക് എന്ന ഒരു വൻ സ്വീകരണം, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അതായത് നിങ്ങൾ ഇന്ന് കാണുന്ന ഈ ഒരു ദിവസം കൂടെ നമുക്ക് ഈ ഒരു സെയിൽ അവൈലബിൾ ആയിരിക്കും. ലിമിറ്റഡ് സ്റ്റോക്കേ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളൂ. വളരെ ഫ്യൂ ഐറ്റംസേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ബിസിനസ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഞാൻ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് ആയിട്ട് നമ്മുടെ വാട്സപ്പ് ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ കയറിയാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം. അപ്പോൾ പിങ്ക് ലോട്ടസ് മാല എന്താണെന്നുള്ളത് അറിയാത്തവർക്ക് നമ്മുടെ മഞ്ജു വാര്യർ ഇട്ട് ഹിറ്റാക്കിയ ഒരു ലോട്ടസ് മാലയുണ്ട്. അപ്പം നമ്മളിനി അടുത്തത് എന്ത് ലോഞ്ച് ചെയ്യണം, ഈ കുറേ പേര് പറഞ്ഞ് ഈ ഇങ്ങനത്തെ ഫ്ലാഷ് സെയിലൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അപ്പം ഞാനും ഡിംപിളും ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിനെ പറ്റിയിട്ട്. അപ്പം നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടമാണ്, നിങ്ങളുടെ വൻ സപ്പോർട്ട് ഇതുപോലെ ഉണ്ടാവും എന്നറിഞ്ഞാൽ
നമ്മളിത് ബാക്ക് ടു ബാക്ക് ഇത് കൊണ്ടുവരാം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഓണം വരെയാണ്, അപ്പോൾ നിങ്ങൾക്ക് ട്രഡീഷണൽ ഐറ്റംസ് അതും നമുക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ വേണം എന്നാഗ്രഹിക്കുന്ന കുറേ പേര് നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിലുണ്ട് കേട്ടോ. എപ്പോഴും എല്ലാവർക്കും ഹെവി ഐറ്റംസ് വാങ്ങിക്കാൻ പറ്റില്ല, എന്നാൽ കുറേ പേരാണ് എന്തെങ്കിലും ഞങ്ങൾക്ക് പറ്റണത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചോദിച്ച് വരുന്നവർക്കും എന്ന് വെച്ച് പൈസ ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ പൈസ കുറഞ്ഞത് അങ്ങനെയൊന്നും അല്ല, ഏറ്റവും നല്ല സാധനം നല്ലൊരു ഇതിന് കൊടുക്കുക എന്നുള്ളൊരു എയിമോടെയാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡിമ്പിളിൽ പെട്ടെന്ന് തോന്നിയൊരു ഐഡിയയിൽ നമ്മൾ ചെയ്തതാണ്. കാരണം കുറേ പേരുടെ നമ്മൾ പല ആൾക്കാരുടെയും നമ്മൾ നോക്കും, ട്രെൻഡിനനുസരിച്ച് മൂവ് ചെയ്യാൻ കുറേ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഈ ഓണം ഒന്ന് കളർഫുൾ ആക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ, അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ടും പറയാട്ടോ, കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ നമ്മൾ അതനുസരിച്ച് പുതിയ പുതിയ സാധനങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അഭിപ്രായം പറയണം കേട്ടോ. പിന്നെന്താണ്, പിന്നെ വേറെ വിശേഷങ്ങളൊന്നും പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ല. ഈ സാധനങ്ങൾ ഇഷ്ടമായില്ലെങ്കിൽ എന്നോട് ക്ഷമിക്കുക, ഞാൻ യൂസ് ചെയ്യണ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ ഫ്ലാഷ് സെയിലിൻ്റെ കാര്യം ഫ്ലാഷ് സെയിലിനെ കുറിച്ച് മറക്കണ്ട, ഒട്ടും മിസ്സാക്കണ്ട. കമ്മിങ് ഡേറ്റ്സിൽ എന്തെങ്കിലും കൂടെ എനിക്ക് തോന്നുന്നു ഒരു ട്യൂസ്ഡേ വെനസ്ഡേയോടുകൂടി എന്തെങ്കിലും വേറൊരു പുതിയ ഐറ്റം കൊണ്ടുവരണതാണ് എൻ്റെയും ഡിമ്പിളിൻ്റെയും ഒരു ആഗ്രഹം. കൂടെ സപ്പോർട്ടായിട്ട് മമ്മി ഉള്ളത് കൊണ്ട് കൂടുതലും ഞങ്ങൾക്ക് സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട്. കട്ടയ്ക്ക് ഡാഡി നിൽപ്പുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇതൊന്നും ആര് കൂടി ഉണ്ടെന്ന് പറയാൻ നിങ്ങൾ വേണമല്ലോ. അപ്പം നിങ്ങൾക്ക് പുതിയ ലോഞ്ചുകൾ ആവശ്യമാണെങ്കിൽ ഇങ്ങനെ ഒരു ഫ്ലാഷ് സെയിൽ ഇടയ്ക്കിടയ്ക്ക് വെക്കുന്നത് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ ഓരോ പുതിയ സാധനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്. അപ്പോൾ നമ്മൾ റീസെൻ്റ്ലി കുറച്ച് AD സ്റ്റോൺസുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതും ബിലോ 1000 അല്ലെങ്കിൽ ബിലോ 1299 അതും വളരെ പ്രീമിയം ആയിട്ടും വളരെ ട്രെൻഡിങ് ആയിട്ടും പൊയ്ക്കൊണ്ടിരിക്കുന്ന കുറച്ച് ഐറ്റംസ് ആണ്. വേണ്ടവർ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിലോ ഓർണമെൻറ്റ്സ് വേണ്ടവർ മസ്റ്റായിട്ടും നമ്മുടെ വാട്സപ്പിൽ വന്ന് മെസ്സേജ് അയക്കുക കേട്ടോ. മെസ്സേജ് മാത്രമാണ്, കോൾ അയക്കരുത്. അതുപോലെ നോർമൽ മെസ്സേജ് അയച്ചാലും ഞാൻ നോക്കില്ല, ഞാൻ ശ്രദ്ധിക്കാറും കൂടി ഇല്ല. ഞാൻ ഇന്ന് കുറേ മെസ്സേജുകൾ അൺവാണ്ടഡ് മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞപ്പോഴാണ് കുറേ പേര് അങ്ങനെ മെസ്സേജ് ഇരിക്കുന്നത്. ഞാൻ വീണ്ടും പറയുകയാണ്, വാട്സപ്പ് മെസ്സേജാണ് കേട്ടോ, നോർമൽ മെസ്സേജ് അല്ല. പിന്നെ ഫോൺ ചെയ്യാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. ഓർണമെൻറ്റ്സിൻ്റെ പേരും പറഞ്ഞ് നമ്മൾ അറിയാമല്ലോ, നമ്മൾ കോൺടാക്ട് ചെയ്താൽ മാക്സിമം വേഗത്തിൽ നിങ്ങൾക്ക് റിപ്ലൈയും കാര്യങ്ങളും ഒക്കെ തരാറുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ പിള്ളേർ മീൻസ് എൻ്റെ ആയാലും ആരുടെ ആയാലും എൻ്റെ ഒന്നും കൂടെ നിങ്ങൾക്ക് ഒന്ന് റിലേറ്റ് ചെയ്യാം. പിള്ളേരൊക്കെ വെച്ചിട്ട് ഞാനൊരു ടൈം ഗ്യാപ്പ് വെച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വേറെ കുട്ടി കുട്ടി ഷോപ്പിംഗ് വ്ളോഗ് ഡ്രസ്സ് ഹോളൊക്കെ ചെയ്ത് തുടങ്ങാം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും എൻ്റെ കൂടെ വേണം. അപ്പോൾ ഇനി ഞാനിവിടെ ഇരുന്നാൽ നമ്മളെ ചാക്കോ ചേട്ടൻ ഇറങ്ങി ഓടിപ്പോകും കട്ടിലേന്ന്. എനിക്ക് ടെൻഷൻ, ഞാനത് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നോക്കി ഭ്രാന്താണ്, ഇവിടെ വീഡിയോ എടുത്തിട്ട് ഇവിടെ താഴെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിവേ നമ്മുടെ ഷോപ്പിംഗ് വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നാളെ നമുക്കൊരു പുതിയ വീഡിയോ ഇട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.